കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതി നാളെ ഉത്തരവ് പറയും. SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് എക്സാലോജിക് ഹൈക്കോടതിയെ സമീപിച്ചത്. ഉച്ചതിരിഞ്ഞ് 2:30 ജസ്റ്റിസ് M നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുന്നത്. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകും. ചെന്നൈയിൽ നിന്ന് മനേഷ്, ഇതൊരു ഇടക്കാല ഉത്തരവാണോ? അതിൽ ഒരു ഇന്ററിം റിലീഫ് എന്ന മട്ടിൽ ഈ അന്വേഷണം തടയണം എന്നത് ഒരു ആവശ്യമായി മുന്നോട്ട് വച്ചിരുന്നു. അതുകൊണ്ട് നാളെ വരാൻ പോകുന്നത് എക്സാലോജിക്കിന്റെ ഹർജിയിൽ ഒരു ഇടക്കാല ഉത്തരവായിരിക്കുമോ? വിജയകുമാർ, ഉച്ചയ്ക്ക് 2:30 വിധി പറയുക. നമുക്കറിയാം, തിങ്കളാഴ്ച കേസിൽ രണ്ട് വിഭാഗത്തിന്റെയും വാദം പൂർത്തീകരിച്ചതിനു ശേഷം വിധി പറയാനായി മാറ്റുകയായിരുന്നു. എന്തായാലും എക്സാലോജിക്ക് പ്രധാനമായും ആവശ്യപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത് അന്വേഷണം റദ്ദാക്കണമെന്നുള്ളതാണ്. കാരണം രണ്ട് രീതിയിലുള്ള ഒരേ കേസിൽ 2 അന്വേഷണങ്ങളാണ് നടക്കുന്നത്. ഒന്ന് രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നും അന്വേഷണം നടക്കുന്നുണ്ട്. അതേ സമാനമായ ആ രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ കേസിൽ തന്നെയാണ് ഇപ്പോൾ SFIയുടെ അന്വേഷണം നടക്കുന്നത്. അങ്ങനെ 2 രീതിയിലുള്ള അന്വേഷണം നടത്തരുത്. ഈ SFIയുടെ അന്വേഷണം റദ്ദാക്കണം എന്നുള്ളതാണ് എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ വീണ വിജയന്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിന്റെ ഹർജിയിൽ ഉള്ള പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്. ആ ആവശ്യത്തിലാണ് ഇപ്പോൾ നാളെ എന്തായാലും വിധി പറയുക. ഇടക്കാല വിധി ആയിരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ, അല്ലെങ്കിൽ അഭിഭാഷകരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടക്കാല വിധി ആയിരിക്കുമെന്ന് തന്നെയാണ്. എന്തായാലും നാളെ ഉച്ചയ്ക്ക് 2:30 ജസ്റ്റിസ് നാഗപ്രസന്ന അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് വിധി പറയുക കർണാടക ഹൈക്കോടതിയിൽ. കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച, പൂർണ്ണമായും തന്നെ എല്ലാ മേഖലകളിലും നിന്നുള്ള, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിശദീകരണങ്ങളും തന്നെ ഈ 2 വിഭാഗങ്ങളും ഹൈക്കോടതി മുൻപാകെ നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് കർശന നടപടികളിലേക്ക് കടക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം ഈ പറഞ്ഞ രീതിയിൽ SFIക്ക് നൽകുകയും SFI ആവശ്യപ്പെടുന്ന മുഴുവൻ രേഖകളും നൽകണം എന്നുള്ളൊരു നിർദ്ദേശം എക്സാലോജിക്കിന് നൽകുകയും ചെയ്തുകൊണ്ടാണ് വിധി പറയാനായി എന്തായാലും ഈ കേസ് മാറ്റിവെച്ചിരുന്നത്. അതിപ്പോൾ നാളെ എന്തായാലും ഉച്ചയ്ക്ക് 2:30 ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 2:30 എന്തായാലും കേസിൽ വിധി പറയും. വിജയകുമാർ, ഉച്ചതിരിഞ്ഞ 2:30 ബംഗളൂരുവിൽ കോടതിയുടെ ഉത്തരവ്, കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടാകുന്നത്. ഒരു ഇടക്കാല ഉത്തരവിനാണ് ഇപ്പോഴത്തെ നിലയിൽ സാധ്യത. നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി രേഖകളൊക്കെ ഹാജരാക്കാൻ എക്സാലോജിക്കിനോട് ആവശ്യപ്പെട്ടിരുന്നു. കടുത്ത നടപടിയിലേക്ക് പോകരുത്, ഉത്തരവ് വരുന്നത് വരെ എന്ന് കോടതി SFIയോടും ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെയാണിപ്പോൾ കോടതി നാളെ ഉത്തരവ് പറയാൻ ഒരുങ്ങുന്നത്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.